ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സൈലം. കീം എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്ത് നിങ്ങളെല്ലാവരും അവസാനഘട്ട പ്രിപ്പറേഷനിലേക്ക് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് കടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് വെയിറ്റേജ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എക്സാമിന് എങ്ങനെയാണ് സാർ ക്വസ്റ്റ്യൻസ് വരിക, എത്ര ക്വസ്റ്റ്യൻസ് വീതം ഓരോ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാറുണ്ട്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ എപ്പോഴും കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം 2024 ശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കീമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ പെൻ ആൻഡ് പേപ്പർ മോഡായിരുന്നു. എക്സാമിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പറൊക്കെ വളരെ ഡിഫറൻ്റ് ആയിരുന്നു. 2 പേപ്പറായിട്ട്, പേപ്പർ 1 എന്ന് പറഞ്ഞിട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയും പേപ്പർ 2 മാത്തമാറ്റിക്സും. ഇത് 2 ഡിഫറൻ്റ് ആയിട്ടുള്ള 2 പേപ്പറായിരുന്നു മുന്നേ. അതിൽ 120 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരുന്നു ഓരോ പേപ്പറിലും. അതിൽ മാത്സിൽ തനിയെ 120 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിസിക്സിലായിരുന്നെങ്കിൽ 70 to 48 എന്നൊരു നമ്പറിൽ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനെയായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ കാലത്തുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ 2024 മുന്നേ വരെ ഒരുപാട് റെഫറൻസ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം തുടങ്ങിയിട്ട് വെറും 2 വർഷം, ഇത് 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്നാലും നമ്മൾ ഈ കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാമെങ്കിൽ പറയാം, നമുക്ക് ഫിസിക്സിൽ 45 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ഏകദേശം നമ്മുടെ നീറ്റിൻ്റെ ഒരു പാറ്റേണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെയാണ് ഫിസിക്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ വരുന്നത്. അപ്പോൾ ഇതിൽ എക്സാമിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ എൻട്രൻസ് എക്സാമുകൾക്ക് ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസിനെ പറയാൻ പറ്റില്ല. ബിക്കോസ് പല ക്വസ്റ്റ്യൻസും മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം നമ്മൾ +1 ഒരു സിലബസ് നമ്മൾ എടുത്താൽ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുകളെല്ലാം ഒരു കോൺസെപ്റ്റിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻ, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മാത്രം എത്ര, ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പകരം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാൻ പോകുന്നത് ഓരോ ഏരിയയിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ്. ഒരു റഫ് ഐഡിയ ആണ്. കഴിഞ്ഞ 2 വർഷത്തെ പേപ്പർ അനലൈസ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് പറയാം. അതിൽ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മെക്കാനിക്സ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഈ 3 ചാപ്റ്ററും കൂടെ ഒന്നിച്ച് നമ്മൾ നോക്കിയാൽ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ വർക്ക് എനർജി, പവർ, ഗ്രാവിറ്റേഷൻ, ഇത് രണ്ടും കൂടെ നമ്മളൊരു യൂണിറ്റ് ആക്കി എടുത്താൽ അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് നമ്മൾ നോക്കിയാൽ 2 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് സോളിഡ്സ് ആൻഡ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന 3 ചാപ്റ്റർ കണ്ടെയ്ൻ ചെയ്ത ഒരു സെക്ഷൻ ഉണ്ട്, വലിയൊരു യൂണിറ്റ് ആണ്. അതിൽ നിന്ന് 5 to 6 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. ദെൻ ഓസിലേഷൻസ് ആൻഡ് വേവ്സിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 11 സിലബസിൽ നിന്നും 22 to 24 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി നേരെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് പോയാൽ കുറച്ചും കൂടി എളുപ്പമാണ്. സെക്കൻഡ് ഇയറിൽ കറക്റ്റ് 4 സെക്ഷനായിട്ട് നമുക്ക് സിലബസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഭാഗം ഇലക്ട്രിസിറ്റിയാണ്, ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ്. ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ നിന്നായിട്ട് നമുക്ക് 5 to 6 ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറയും. 4 ക്വസ്റ്റ്യൻസ് വരെ പലപ്പോഴും കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്നും വന്നിട്ടുണ്ട്. ദെൻ മാഗ്നറ്റിക് പാർട്ട് എടുത്താൽ അവിടെ 5 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്നുമായിട്ട് നമുക്ക് ആകെ ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്, റേ ഒപ്റ്റിക്സ് ആൻഡ് വേവ് ഒപ്റ്റിക്സ്. ഇതിൽ നിന്ന് 2ൽ നിന്നുമായിട്ട് 5 to 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അവസാനത്തെ എല്ലാ ചാപ്റ്റേഴ്സും കൂടെ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പറയും. മോഡേൺ ഫിസിക്സിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വരെ വരാം. അങ്ങനെ അറൗണ്ട് ഒരു 22 to 23 ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഇയർ സിലബസിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇങ്ങനെ 2ൽ നിന്നും ഏകദേശം ഒരേ നമ്പറാണ് സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 22 ക്വസ്റ്റ്യൻസ് +1 നിന്നും ഒരു 22-23 ക്വസ്റ്റ്യൻസ് +2 നിന്നും വരുന്ന രൂപത്തിലായിരിക്കും നിങ്ങളുടെ പാറ്റേൺ ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങൾ ഏത് ചാപ്റ്റർ പഠിച്ചാലും നിങ്ങൾക്ക് അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളൊരു ചാപ്റ്ററായിട്ട് പഠിക്കുന്നതിന് പകരം നിങ്ങളൊരു ഏരിയ വൈസ് പഠിച്ച് ക്ലിയർ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എല്ലാ ടോപ്പിക്കും അടിപൊളിയായിട്ട് പഠിക്കൂ, മാക്സിമം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യൂ. സൈലത്തിൻ്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ ലൈവ് സെഷൻസും അതുപോലെ നമ്മുടെ ഈ എൻഡ് ഗെയിം പോലെയുള്ള ബാച്ചുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യുകയും ചെയ്യാം. സോ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ്.